കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു അനുഭവ ജാതകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. കാരണം രാഹു, കേതു, ഗുളികൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്ന് ഒരു സംശയം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് ഇവിടെ എൻ്റെ അടുത്ത് നോക്കാനായിട്ട് വന്ന ഒരു പയ്യൻ്റെ ഗ്രഹനിലയാണ്. ഒരമ്മ തൻ്റെ മകൻ്റെ ജാതകവുമായിട്ട് ഇവിടെ വന്നു. അപ്പം അതിനു മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. 10ലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഈ ഗ്രഹനിലയുമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്ത് വിദ്യാഭ്യാസത്തിൽ ചെറിയ അലസതയുണ്ടായിരുന്നു. അങ്ങനെ അമ്മ 2-3 ജ്യോതിഷം പഠിച്ച വ്യക്തികളടുത്ത് പോയി ഈ ജാതകം കാണിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കേണ്ട, അത് ആ പയ്യൻ്റെ കുഴപ്പമില്ല, ആ ജനിച്ച സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഉള്ള പ്രശ്നമാണ്. കാരണം ആ ഗ്രഹനിലയിൽ 2ാം ഭാവം, ഇവിടെ കുംഭൻ ലഗ്നത്തിലാണ് ആ പയ്യൻ ജനിച്ചിരിക്കുന്നത്. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, ശി എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതിയിട്ടുണ്ട്. ശിഖി അല്ലെങ്കിൽ കേതു എന്ന് പറയും. അപ്പോൾ കേതുവിനെ ഇവരെല്ലാം കൂടി ഒരു തടസ്സത്തിൻ്റെ ആളായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവത്തിന് തടസ്സം പറയണമെന്നാണ് പിന്നെ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, അവരുടെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നെ മറ്റൊരു രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ വളരെ ഉഴപ്പായിരിക്കും. അതുപോലെ തന്നെ 2ാം ഭാവം എന്ന് പറയുന്നത് ധനത്തിൻ്റെ സ്ഥാനം കൂടിയാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള പുരോഗതിയും കിട്ടില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളരെ വിഷമമായിട്ടാണെങ്കിൽ ഒരാളെ കൂടി കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മറ്റൊരു രീതിയിലാണ് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും വിദ്യാഭ്യാസത്തിനുമില്ല, ധനത്തിനുമില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു ലഗ്നം എന്ന് പറയുന്നത് കുംഭൻ ലഗ്നമാണ്. 2ാം ഭാവം മീനൻ രാശിയാണ്. ഓരോ രാശികൾക്കും ഓരോ ഗ്രഹങ്ങൾ അധിപന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2ാം ഭാവത്തിൻ്റെ അധിപനെന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അപ്പം ഞാൻ നോക്കുന്ന രീതി, അല്ലെങ്കിൽ എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ച രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ആ ഭാവാധിപൻ എവിടെ നിൽക്കുന്നു മെയിനായിട്ട് നോക്കുക. ആ ഭാവാധിപൻ നിൽക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 വ്യാഴം നിൽക്കുന്ന 9ലാണ്, ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയൊക്കെ ഭാവമായ 9ലാണ് വ്യാഴം നിൽക്കുന്നത്. അത് തന്നെ വലിയൊരു ഗുണമുള്ള കാര്യമാണ്. വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും, ധനപരമായ പുരോഗതിയും ലഭിച്ചിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് മാത്രം കൊണ്ട് നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമായ ബുധൻ അല്ലെങ്കിൽ വിദ്യാകാരകനായ ബുധൻ എവിടെ നിൽക്കുന്നു എന്നും കൂടി നോക്കുക. ബുധൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ രാശിയിൽ നിൽക്കുകയാണ് ബുധൻ. അപ്പം രണ്ടും വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 2ാം ഭാവാധിപൻ അനുകൂലനാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമായ കാരകനായ ബുധൻ അനുകൂലമായിട്ട് വളരെ ശക്തനായിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പം ഞാൻ അമ്മയോട് ഉള്ള കാര്യം പറഞ്ഞു. കാരണം ഇതിൽ വിദ്യാഭ്യാസത്തിന് ദോഷമൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ ഉഴപ്പെന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായിരിക്കും. എന്തായാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, വിദ്യാഭ്യാസവും കിട്ടും, ധനപരമായിട്ടുള്ള പുരോഗതിയും കിട്ടുമെന്ന് ഞാൻ പഠിച്ച രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞു. അവർ മനസ്സമാധാനത്തോടെ പോയി. അത് കഴിഞ്ഞൊരു 10-12 വർഷത്തോളം യാതൊരു വിവരവുമില്ല. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മകളുടെ ജാതകവുമായിട്ട് വന്നു. അപ്പം ഞാൻ ഈ മകൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വിദേശത്ത്, അതായത് എൻജിനീയറിങ് MTech കഴിഞ്ഞ് വിദേശത്ത് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം തന്നെ ആ മകന് കിട്ടി. അതിൻ്റെ സന്തോഷവും അവർ പങ്കുവച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാഹു, കേതു, ഗുളികൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെപ്പോലെ തന്നെ സങ്കല്പിച്ച് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാകില്ല. പിന്നെന്താണ്, അവരെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് പ്രശ്നത്തിനൊക്കെ അവരെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം രാഹുവിനെ സർപ്പദോഷം അങ്ങനെയൊക്കെ ചിന്തിക്കാം. അതുപോലെ ഗുളികനെ സംബന്ധിച്ച് പ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പ്രേതാത്മാവ്, പ്രേതചിന്ത ഇങ്ങനെയൊക്കെ നടത്താം. പക്ഷേ ജാതകത്തിൽ അത്
ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, അവരെ സങ്കല്പിച്ചിരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു 3 ബിന്ദുക്കളാണ്. അങ്ങനെയാണ് അവരെ സങ്കല്പിക്കാനുള്ളത്. ഈ ഒരു വിവരം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ ഒരു അനുഭവ ഗ്രഹനില ഇട്ടുകൊണ്ട് തന്നെ നിങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇനി മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.